It's a historical moment for this agitation in Kerala. Delhi Chief Minister Mr. Kejriwal and Punjab Chief Minister Mr. Bhagwant Mann, they have come to declare their solidarity. നേട്ടത്തിന്റെ പേരിൽ വിഹിതം കുറക്കുന്നു. നേട്ടത്തിന് ശിക്ഷ. ഇത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത പ്രതിഭാസമാണ്. അവഗണനകൾ എണ്ണിപ്പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് ജന്തർ മന്ദറിൽ കേരളത്തിന്റെ പ്രതിഷേധ സമരം. ഇന്നത്തെ ദിവസം ഫെഡറലിസത്തിന്റെ ചരിത്രത്തിലെ റെഡ് ലെറ്റർ ഡേ ആകുമെന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. സമരത്തിന് പിന്തുണയുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മന്നും രംഗത്തെത്തി. കറുപ്പണിഞ്ഞ് DMK മന്ത്രി പളനിവേൽ ത്യാഗരാജൻ വേദിയിലെത്തി. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയും ഇടത് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാരും അണിനിരന്ന സമരം ദേശീയ തലത്തിൽ ശ്രദ്ധേയമായി. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ചരിത്ര സമരമോ, ഫെഡറലിസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ തുടക്കമോ, പ്രതിപക്ഷത്തിന്റെ പൊതുവികാരമോ, കൂടുതൽ സംസ്ഥാനങ്ങൾ അണിനിരക്കുമോ? ഈ ചർച്ചയിൽ ശ്രീ കെ അനിൽകുമാർ CPM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ S സുരേഷ് BJP എന്നിവർ. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ S സുരേഷ്. ഇന്ന് നമ്മൾ ഡൽഹിയിൽ കണ്ടത് കേരളത്തിന്റെ മാത്രം സമരമല്ല. ആ സമരത്തിൽ രണ്ട് മുഖ്യമന്ത്രിമാർ, പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയും ഡൽഹിയുടെ മുഖ്യമന്ത്രിയെയും അണിനിരക്കുന്നത് നമ്മൾ കണ്ടു. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയെ കണ്ടു. DMKയുടെ നേതാവ് പളനിവേൽ ത്യാഗരാജനെ കണ്ടു. അപ്പോൾ ഇത് BJP ഇതര സർക്കാരുകളുടെ ഒരു പൊതു മൂവ്മെന്റായി മാറുകയാണ്. നിങ്ങൾ ഇതിനെ നോർത്ത് വേഴ്സസ് സൗത്ത് എന്നുള്ളൊരു നറേറ്റീവിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിൽ ഇന്ന് ഈ നോർത്ത് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന പഞ്ചാബിന്റെയും ഡൽഹിയുടെയും മുഖ്യമന്ത്രിമാരാണ് പിണറായി വിജയന്റെ ഒപ്പം സമരത്തിൽ പങ്കെടുത്ത് കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് പറഞ്ഞത്, കേന്ദ്ര സർക്കാർ ഫെഡറൽ സംവിധാനത്തെ തകിടം മറിക്കുകയാണെന്ന് പറഞ്ഞത്. ഇതൊരു നാഷണൽ മൂവ്മെന്റ് ആവുകയാണ്. ശ്രീ അഭിലാഷ്, ഇത് നാഷണൽ മൂവ്മെന്റ് ആയിക്കോട്ടെ. ഇവിടെ നിന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ പിന്തുണ, മുസ്ലിം ലീഗിൻ്റെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ പിണറായി വിജയന്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ VD സതീശൻ്റെ നേതാവ് അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാർഗെ ഇതിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. അവിടെ വന്നിട്ടുള്ള നേതാക്കന്മാരിൽ പലരും പല അഴിമതി കേസുകളിൽ അകപ്പെട്ടവരും മകളും അതോടൊപ്പം തന്നെ ബന്ധുക്കളും ഒക്കെ EDയുടെയും മറ്റ് അന്വേഷണത്തിൽ അകപ്പെട്ടവരും ഒക്കെയാണ് എന്നുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം കൂടി ആ കൂടിയ ആൾക്കാർക്കിടയിലുണ്ട്. എന്നാണ് അവർ EDയുടെ മുമ്പിലേക്ക് പോവുക, എന്നാണ് ജയിലിലേക്ക് പോവുക എന്നുള്ളതിനെ സംബന്ധിച്ച് നിശ്ചയം ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് പലരും. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ കേന്ദ്രത്തിൻ്റെ ഈ ഫെഡറലിസം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല. ഫെഡറലിസം എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെയും പരസ്പരമുള്ള ബഹുമാനവും പരസ്പരമുള്ള ധാരണയും പരസ്പരമുള്ള ബന്ധവും ആണ് ഫെഡറലിസം നിലനിർത്തുന്നത്. അത് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന നിലയിൽ BJP ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്നതും സഹകരണാത്മകമായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ചാണ്. ഇവിടെ രാഷ്ട്രീയ പേക്കൂത്ത് നടത്താനുള്ള അവസരമായിട്ട് കണ്ട് ഫെഡറലിസത്തെയും ഭരണഘടനയെയും തെരുവിൽ ചോദ്യം ചെയ്യുന്ന നാണംകെട്ട പണിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, DMKയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ AAPയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ശ്രീ സുരേഷ്, എന്തുകൊണ്ട് ഈ BJP ഇതര സർക്കാരുകൾക്ക് ഈ പരാതി വരുന്നു? ഇപ്പോൾ ഇന്ത്യയിൽ പല കാലഘട്ടങ്ങളിൽ പല സർക്കാരുകൾ രാജ്യം ഭരിക്കുമ്പോൾ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫെഡറലിസത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമായി, ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്ര സർക്കാർ പെരുമാറുന്നു, യൂണിയൻ സർക്കാർ പെരുമാറുന്നു. നിയമനിർമ്മാണത്തിന്റെ കാര്യം എടുത്താൽ പോലും സംസ്ഥാനങ്ങളുടെ അസ്തിത്വത്തെ അംഗീകരിക്കാത്ത വിധത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സ്റ്റേറ്റുകളുടെ യൂണിയൻ എന്നുള്ളത് സ്റ്റേറ്റുകൾക്ക് മുകളിൽ യൂണിയൻ എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ഫെഡറൽ സംവിധാനം BJPയുടെ നരേന്ദ്രമോദിയുടെ കീഴിൽ മാറി എന്ന് വിമർശിക്കുന്നു. ആ വിമർശനം അത് പിണറായി വിജയൻ മാത്രം പറയുന്നതാണെങ്കിൽ ഇത് നിങ്ങളുടെ പിണറായി വിജയന്റെ കഴിവുകേട് മറയ്ക്കാമെന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പക്ഷേ അത് അരവിന്ദ് കെജ്രിവാൾ വിമർശനമുണ്ട്, ഭഗവത് മാനനുണ്ട്, മമതാ ബാനർജിക്കുണ്ട്, മറ്റ് മുഖ്യമന്ത്രിമാർക്കുണ്ട്, MK സ്റ്റാലിനുണ്ട്. അല്ല, ഇവിടെ യഥാർത്ഥത്തിൽ ഫെഡറലിസത്തെ സംരക്ഷിക്കാനായിട്ട് ഇവിടുത്തെ പിണറായി വിജയനും കൂട്ടരും കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇനി ഒരു 2 ദിവസം ഉല്ലാസയാത്ര നടത്തി. ഇവിടുത്തെ MLAമാരെല്ലാം തന്നെ ഡൽഹി ചുറ്റിക്കറങ്ങി, പലരും കുടുംബത്തോടൊപ്പം ചുറ്റിക്കറങ്ങി ഈ നാടിൻ്റെ കൂടുതൽ പണം മുടിച്ച് ഇവിടുത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാതെ ഇവിടുത്തെ പാവപ്പെട്ടവന് ലൈഫ് പദ്ധതിയിൽ വീട് വെച്ച് കൊടുക്കാനുള്ള പണമൊക്കെ കൊണ്ട് ദൂർത്തടിച്ച് മുടിച്ച്
ഡൽഹിയിൽ ഉല്ലാസയാത്ര നടത്തി ഒരു സമരമല്ല നടത്തേണ്ടത്. ആ ലൈഫ് പദ്ധതിയെ കുറിച്ച് ഇന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ലൈഫ് പദ്ധതി ഇതുവരെ എനിക്കും പറയാനുണ്ട്. 3.25 ലക്ഷം വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ 3.25 ലക്ഷം വീടിൽ കേന്ദ്രത്തിന്റെ, അതായത് മൊത്തം ചെലവഴിച്ച തുകയുടെ കേന്ദ്രത്തിന്റെ കോൺട്രിബ്യൂഷൻ വെറും 12.7% മാത്രമാണ്. നമുക്കറിയാം PMAY റൂറൽ 72,000 രൂപയാണ് കേന്ദ്രത്തിന്റെ കോൺട്രിബ്യൂഷൻ. അങ്ങനെ മൊത്തം തുകയുടെ 12% മാത്രം വഹിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ അവരുടെ ലോഗോ ഈ വീടുകളുടെയൊക്കെ നെഞ്ചത്ത് വെക്കൂ എന്ന് പറഞ്ഞ് ആ തുച്ഛമായ 12% വിഹിതം തന്നെ തരുന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ ഈ ഉണ്ടാക്കിയ വീടുകളുടെ മുകളിൽ ഒരു സ്റ്റിക്കറും ഒരു പോസ്റ്ററും എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. അഭിലാഷ് ആദ്യ ഊഴത്തിൽ തന്നെ അക്രമോസക്തനായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും ഇതായിരിക്കുമല്ലോ. എന്തായാലും ഇവിടെ സമരമല്ല, പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സമരമല്ല, ഒരു ഭരണാധിപനാണെന്ന് ഈ കേരളത്തിലൊന്ന് തെളിയിക്ക്. കഴിവുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാണ് താനെന്നൊന്ന് തെളിയിക്ക്. അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത താങ്കളോ താങ്കളുടെ കുടുംബമോ അഴിമതി ഈ നാടിൻ്റെ പൊതുസ്വത്ത് ദൂർത്തടിച്ചിട്ടില്ലാത്ത, പൊതുസ്വത്ത് കൊള്ളയടിച്ചിട്ടില്ലാത്ത, ഈ നാടിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സംവിധാനമുണ്ടെന്ന് ആദ്യം തെളിയിക്ക്. ഇവിടെ കേന്ദ്ര ഫണ്ടുകൾ വരുമ്പോൾ, സംസ്ഥാന ഫണ്ട് വരുമ്പോൾ CAG-യുടെയും അതോടൊപ്പം തന്നെ RBIയുടെയും വിമർശനങ്ങൾക്കൊന്നും വിധേയമാകാതെ സമയാസമയങ്ങളിൽ കണക്ക് കൊടുത്ത് അതിനുവേണ്ടിയുള്ള പ്രോജക്റ്റുകൾ കൊടുത്ത് അങ്ങനെ ഒരു കണക്കപ്പിള്ളയുണ്ടല്ലോ, ഒരു അക്കൗണ്ടൻറ്റിൻ്റെ സാധാരണ പലവഞ്ഞനക്കടയിലെ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ കാര്യക്ഷമതയെങ്കിലും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കാണിച്ചാൽ ഈ കേരളത്തിന് ഇന്ന് കിട്ടാതെ പോയി എന്ന് യഥാർത്ഥത്തിൽ അറിയാവുന്ന ഏകദേശം ഒരു 1,700 കോടി രൂപയുണ്ട്. ആ 1,700 കോടി രൂപയെങ്കിലും ഈ കേരളത്തിന് കിട്ടുമായിരുന്നു. അതാണ് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ, ഒരു കണക്കപ്പിള്ളയുടെ വിവരമെങ്കിലുമുള്ള ആരെങ്കിലും ഈ കേരളം ഭരിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന് ഈ ദുസ്ഥിതി വരില്ലായിരുന്നു. ഒന്ന് തീർന്നില്ല. ഇവിടെ ശ്രീ അഭിലാഷ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 270 ഉണ്ട് ശ്രീ അഭിലാഷ്. ആ ആർട്ടിക്കിൾ 270 പ്രകാരം ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തികത്തിനെ സംബന്ധിച്ച് നിശ്ചയിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. ആ ധനകാര്യ കമ്മീഷൻ ഭരണഘടനാപരമായിട്ട് അധികാരപ്പെട്ട ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം അത്തരത്തിൽ നിശ്ചയിക്കുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല. രാഷ്ട്രീയം നോക്കാതെ ഒട്ടനവധി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ധനകാര്യ കമ്മീഷൻ നിശ്ചയിക്കുന്ന, ഒരു ഭരണഘടനാ സ്ഥാപനം നിശ്ചയിക്കുന്ന ആ വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ സമരം എന്ന ഉഡായിപ്പ് പരിപാടി നടന്നിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ സമരമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ 270 വകുപ്പ് പ്രകാരമുള്ള ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കോമാളിത്തരമാണ്. ഇവിടെ നമ്മളൊന്ന് കാണേണ്ടത്, ഇവിടെ എന്തിനു വേണ്ടിയാണ് ഈ പിണറായി വിജയൻ സർക്കാർ സമരം ചെയ്തത് എന്ന ചോദ്യം ഇന്നും പ്രസക്തമാണ്. ഇന്നലെ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ ഒരു 11 ചോദ്യം പിണറായി വിജയനോട് മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. ലൈഫിന്റെ കാര്യമാണ്. ലൈഫിന്റെ തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷനല്ല. ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുന്നത് ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള സംസ്ഥാനങ്ങളുടെ റവന്യൂ വിഹിതമാണ്. ലൈഫിന്റെ കാര്യത്തിൽ വേണ്ടത് സർക്കാരിന്റെ, അതായത് യൂണിയൻ സർക്കാരിന്റെ ഗ്രാന്റ് ആണ്. അത് രണ്ടാണ്. അതിൽ ധനകാര്യ കമ്മീഷന് റോളൊന്നുമില്ല. ധനകാര്യ കമ്മീഷന്റെ കാര്യം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ശ്രീ അനിൽകുമാർ, ഈ സമരം കൊണ്ട് എന്ത് നേട്ടം എന്നുള്ളതാണ് BJPയുടെ ചോദ്യം. ഫെഡറൽ സംവിധാനം അപകടത്തിലാണ് എന്ന് റെട്ടറിക്കലായി ഇങ്ങനെ ഒരു വാചാടോപം നടത്തി മൈക്ക് വെച്ച് പല മുഖ്യമന്ത്രിമാരും പ്രസംഗിച്ചു എന്നുള്ളത് കൊണ്ട് വിഷയം തീരുമോ? ഇന്നിപ്പോൾ നിർമ്മല സീതാരാമന്റെ, കേന്ദ്ര ധനമന്ത്രിയുടെ ഒരു മറുപടി സഭയിലുണ്ട്, പാർലമെന്റിലുണ്ട്. 1.5 ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിന്, കേരളത്തിന് ഞങ്ങളുടെ കാലത്ത് നൽകി എന്ന് കേന്ദ്ര ധനമന്ത്രി വിശദീകരിക്കുന്നു. എങ്ങനെ ഫെഡറലിസം അണ്ടർമൈൻ ചെയ്തു എന്ന് ഈ ഒരു സമരം കൊണ്ട് വിശദീകരിക്കാൻ കഴിയുമോ? കഴിഞ്ഞ 10 കൊല്ലമായി വിവിധ വേഷങ്ങൾ കിട്ടി കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അദ്ദേഹം തെരുവിലല്ല, പാർലമെൻറ്റിൽ, ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ, ധനകാര്യ കമ്മീഷനിലെല്ലാം അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള അട്ടിമറികൾ നടത്തി നാണംകെട്ട പണി ഇന്ത്യ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അദ്ദേഹം നടത്തിയ ഉഡായിപ്പിൻ്റെ പാരമ്പര്യമാണ് സുപ്രീം കോടതി കണ്ടുപിടിച്ചത്. ഒരു ചാണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പിലാണ് ആ ഉഡായിപ്പിൻ്റെ പാരമ്യം. നരേന്ദ്രമോദിക്ക് വേണ്ടി അവിടെ കസേരയിരിക്കുന്ന റിട്ടേണിംഗ് ഓഫീസർ
അവിടെ ജയിച്ചയാളുടെ ആ ബാലറ്റ് പേപ്പറിൽ തിരുത്തിക്കൊണ്ടിരിക്കുന്നത് CCTV കണ്ടുപിടിച്ചു. നരേന്ദ്രമോദിയുടെ ഉഡായിപ്പ് പണിയാണ്. അങ്ങനെ സുരേഷ് പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും ചേരുന്ന ഒരേ ഒരാളെ ഇന്ത്യയിലുള്ളൂ, അത് നരേന്ദ്രമോദിയാണ്. രണ്ടാമത്തത്, ഇന്ത്യ രാജ്യത്തെ ഈ നിർമ്മല സീതാരാമൻ പറയുന്ന തുകയൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല. അവരുടെ ഭർത്താവാണ് ഒരു പുസ്തകം എഴുതിയത്, ആരൂഢം വളഞ്ഞ ഇന്ത്യ, ദ ക്രൂക്കഡ് ടിമ്പർ ഓഫ് ഇന്ത്യ. അതിൽ പറയണ കാര്യം എന്താണ്? കണക്കപ്പിള്ളമാരുടെ പണി പിരിച്ചുവിട്ടിരിക്കുന്നു. CAG റിപ്പോർട്ടുകൾ പാർലമെൻറ്റ് വരുന്നില്ല. കണക്കെടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തലവനായിരുന്ന ജെയിംസിനെ പിരിച്ചുവിട്ടു. അപ്പോൾ കണക്കപ്പിള്ളയുടെ പണി പോലും കേരളത്തിന് അറിയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കണക്കപ്പിള്ളമാരില്ലല്ലോ. എന്താ കണക്കപ്പിള്ളമാരില്ലാതെ വന്നത്? ഈ മോദിയുടെ കാലത്ത് ഇന്ത്യ രാജ്യം എല്ലാ സൂചികകളിലും പുറകോട്ട് പോയി, ലോകമാനകങ്ങളിൽ പട്ടിണി സൂചിക അടക്കം. ആകെ ലോകത്ത് മുന്നോട്ട് വന്നത് അദാനി മാത്രമാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് ഉദിച്ചുയർന്നു. ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ ബാക്കി എല്ലാം മുഞ്ഞുകുത്തി കിടക്കുകയാണ്. അങ്ങനെ തകർന്ന ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധിപന്മാരുടെ പ്രതിനിധിയാണ് പിണറായി വിജയൻ കഴിവ് തെളിയിച്ചോ എന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ മോദി പറഞ്ഞല്ലോ, ആ ഗെയിൽ പൈപ്പ് ലൈൻ വന്നാൽ കഴിവ് തെളിയിച്ചു എന്ന് പറയാമെന്ന്. ആ സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ആ ദേശീയപാത കൊണ്ടുവന്നാൽ കഴിവ് തെളിയിച്ച ഒരാളാണെന്ന് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാമെന്ന്. ആ സുരേന്ദ്രനോട് ചോദിച്ചിട്ട് വാ, പിണറായി വിജയന് കഴിവുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ നിങ്ങൾ കോലം കെട്ടിക്കൊണ്ടുവന്ന കീഴാറ്റൂർ സമരം എന്തായി? തളിപ്പറമ്പിൽ ഇപ്പോൾ അവിടെ ദേശീയപാത വന്ന കണ്ടില്ലേ? വിഴിഞ്ഞ സമരം എന്തായി? ഒരു കോലം കെട്ടിനും ഒരു വേഷം കെട്ടിനും ഈ കേരളത്തിൽ അവസരമില്ലാതെ ധൈര്യമായി സർക്കാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിൻ്റെ കേസ് എന്താണെന്ന് പറയാം. ധനകാര്യ ഫെഡറലിസത്തിന് പ്രധാനമായും 6 കാര്യങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ച അസന്തുലിതമാണ്. കേരളം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വളർന്ന സംസ്ഥാനമാണ്. ഇത് കേന്ദ്രമാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇന്ത്യക്ക് മുഴുവനുമായി ഒരു പൊതുമാനദണ്ഡമുണ്ടാക്കുന്ന ധനകാര്യ കമ്മീഷൻ്റെ പരിഗണനാ മാനദണ്ഡങ്ങൾ കേരളത്തിന് മാത്രമല്ല വികസിതമായ സ്റ്റേറ്റുകളെയെല്ലാം തലവെട്ടിക്കളയുന്നതാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ധനകാര്യ കമ്മീഷനുകളുടെ പണം വീതിക്കുന്ന മാനദണ്ഡങ്ങൾ മാറ്റണം. നിർമ്മല സീതാരാമൻ പറഞ്ഞല്ലോ, എത്രയോ കോടി രൂപ കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ മനുഷ്യരുടെ ഇന്ന് എത്ര കോടി രൂപ കേന്ദ്രം നികുതി പിരിച്ചുകൊണ്ട് പോയി? അതിൻ്റെ 41% തന്നാൽ മതി. നിർമ്മല സീതാരാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട, മോദിയുടെ വീട്ടിൽ നിന്ന് തരണ്ട. ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ എത്ര രൂപ അങ്ങോട്ട് കിട്ടിയെന്നാണ് ചോദ്യം. അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ഇപ്പോൾ നമ്മുടെ നീതി ആയോഗിൻ്റെ CEO പറഞ്ഞു, ഈ മോദി എന്ന് പറയുന്ന മാന്യൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞു 41% വീതിക്കണം. ധനകാര്യ കമ്മീഷൻ ഡിവിസിബിൾ പൂളിൽ ഇന്ത്യ രാജ്യത്ത് ആകെ കിട്ടുന്ന നികുതിയുടെ 41% സംസ്ഥാനത്തിന്. പ്രധാനമന്ത്രി ആയിട്ട് അന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു 43 ഒന്നും വേണ്ട, ഒരു 33 കൊടുത്താൽ മതി. അതവർ സമ്മതിച്ചില്ല. സമ്മതിക്കാതെ വന്നപ്പോൾ ഒരു കുതന്ത്രം കാണിച്ചു. ഒന്നാമത്തെ കുതന്ത്രം എന്താണ്? ഡിവിസിബിൾ പൂൾ വരാത്ത വിധം 13% ടാക്സ് പിരിക്കുന്ന സെസ്സായിട്ടാണ്. ഞങ്ങൾ ആദ്യമായിട്ട് പറയുന്നു, സെസ് പിരിവ് കേന്ദ്രം അവസാനിപ്പിക്കണം. ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും പറയുന്ന ഒന്നാമത്തെ പോയിന്റ് അതാണ്. നിങ്ങൾ സെസ് പിരിക്കുന്നില്ല, ഡിവിസിബിൾ പൂളിലാണെങ്കിൽ ആകത്തുകയുടെ 40% കിട്ടും. 13% സെസ്സായിട്ട് പിരിച്ചാൽ പിന്നെ മിച്ചം കിടക്കുന്ന പൈസ 87%-ൻ്റെ 43% കിട്ടും. അപ്പം തന്നെ കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ കൊള്ളയടിക്കപ്പെട്ടു. അതുകൊണ്ട് മോദിയുടെ ആ സെസ് പിരിവ് നിർത്തണം. അതാണ് നമ്പർ 1 ഡിമാൻഡ്. നമ്പർ 2 ഡിമാൻഡ് എന്താണ്? ധനകാര്യ കമ്മീഷൻ്റെ പരിഗണനാ മാനദണ്ഡങ്ങൾ മാറ്റണം. മൂന്നാമത്തെ കാര്യം ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഈ മൻമോഹൻ സിംഗ് ഇരിക്കുമ്പോൾ നിങ്ങൾ വെല്ലുവിളിച്ചല്ലോ, അദ്ദേഹം ആ 75% പണം ആ കാലഘട്ടത്തിൽ കേന്ദ്ര പദ്ധതികൾ തരും, 25% എല്ലാ സ്റ്റേറ്റും ഉണ്ടാക്കിയാൽ മതി. മോദി ഉദാഹരണമായതുകൊണ്ട് അദ്ദേഹം 60% കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചു. അപ്പം 40% ഉണ്ടെങ്കിൽ കേരളത്തിന് അല്ലെ സംസ്ഥാനങ്ങൾക്ക് ആ പദ്ധതി സഹകരിക്കാൻ പറ്റൂ. ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനം കൂടുതൽ പണം കണ്ടെത്തേണ്ടി വന്നു. നാലാമത്തെ പോയിന്റ് എന്താണ്? നാലാമത്തെ പോയിന്റ്, പണം ചെലവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് പണം കൊടുക്കും. സംസ്ഥാനം കേന്ദ്രത്തിൻ്റെ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനം പണം അഡ്വാൻസ് ചെയ്യണം. നിങ്ങൾ ഇന്ന് അഡ്വാൻസ് ചെയ്തിട്ട് കണക്കെല്ലാം കൊടുത്തു കഴിയുമ്പോൾ കാശ് തരാമെന്നാണ് ഇവർ പറയുന്നത്. യജമാന ബന്ധമൊന്നും അല്ലല്ലോ നമ്മുടെ രാജ്യത്തുള്ളത്. ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾ കൂടിച്ചേർന്ന യൂണിയനല്ലേ. അപ്പോൾ എന്ത് വേണം? നിങ്ങൾ പണം അഡ്വാൻസ് തരണം. അല്ലെങ്കിൽ അഡ്വാൻസ് തരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ കടത്തിൽ പെടുത്തരുത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അഡ്വാൻസ് തിരികെയല്ല, ഞങ്ങൾ സംസ്ഥാന സർക്കാർ കടമെടുത്താൽ ഇന്ന് നമ്മുടെ ബാധ്യപ്പെടുത്തും. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ ഒരു 10-20,000 കോടി രൂപ അഡീഷണൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ.
അത് ബഡ്ജറ്റ് ഇല്ലാതെ നമ്മൾ കടമെടുക്കാൻ പോയാൽ നമ്മളെ സമ്മതിക്കില്ല. ഇതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ശരി. അഞ്ചാമത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ ഒരു ഔദാര്യവും തരണ്ട. ഒരു സംസ്ഥാനത്തിന് 3% കടമെടുക്കാൻ റൈറ്റ് ഉണ്ട്. നിങ്ങളത് വെട്ടരുത്. നിങ്ങൾ പറയുന്നത് 3% കടമെടുക്കാനുള്ള റൈറ്റിൻ്റെ മേലെ ഞങ്ങൾക്ക് പിന്നെയും നിബന്ധന വെക്കാൻ അവകാശമുണ്ടെന്നാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ മാതൃകയാണ്, കൊള്ളാമല്ലോ. നിർമ്മല സീതാരാമൻ്റെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റിൽ 48 ലക്ഷം കോടിയാണ് ബഡ്ജറ്റ് തുക. നിങ്ങളുടെ വരവ് 30.6 ലക്ഷം കോടിയേ ഉള്ളൂ. നിർമ്മല സീതാരാമൻ പറയുന്നത് 5.8% കമ്മിയാണെന്നാണ്. കേരളത്തിൻ്റെ കമ്മി എത്രയാ? 3.6 ഉള്ളൂ. അതിനർത്ഥം എന്താണ്? ഭരിക്കാൻ അറിയാവുന്നതുകൊണ്ട് 3.6 കമ്മി. ഭരിക്കാൻ അറിയാൻ വയ്യാത്ത പോക്കണം കെട്ടവർ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് 6.4 ധനക്കമ്മി. അത് 5.8 കുറയുമെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയുടെ കടം 166 ലക്ഷം കോടി രൂപയാണ്. 166 ലക്ഷം കോടി രൂപ കടയുള്ളവർ കേരളത്തോട് പറയാണ്, നിങ്ങൾ അർഹതപ്പെട്ട 36,000 കടം എടുക്കരുത് കേട്ടോ. ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസ്ഥാനങ്ങളെ ഓരോ തവണകളായി നമുക്ക് സംസാരിക്കാം. എനിക്ക് കോൺഗ്രസിന്റെ അഭിപ്രായം കൂടിയാണ്. പക്ഷേ ജിൻഡോ ജോൺ, ഇന്ന് ഈ സമരത്തിൽ ഉന്നയിച്ച ഏത് മുദ്രാവാക്യത്തിൽ, ഏത് ആവശ്യത്തിലാണ് കോൺഗ്രസിന് വിയോജിപ്പ്? ഒരുപാട് ദിവസം മുമ്പൊന്നുമല്ല, ഇന്നലെ കർണാടകയുടെ സമരം ഉണ്ടായിരുന്നു. DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഇതേ ഡൽഹിയിൽ മൈ ടാക്സ് മൈ റൈറ്റ് 7 ഫെബ്രുവരി, അതിന്റെ പോസ്റ്ററാണ് ഞാൻ വായിക്കുന്നത്. ജന്തർ മന്ദർ, ന്യൂഡൽഹി. ലെറ്റ്സ് ഗോ ടു ഡൽഹി, ലെറ്റ്സ് ഫൈറ്റ് ഫോർ ഫിനാൻഷ്യൽ ജസ്റ്റിസ്. ഇത് തന്നെയാണ് പിണറായി വിജയനും അരവിന്ദ് കെജ്രിവാളും ഒക്കെ പറയുന്നത്. ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഫിനാൻഷ്യൽ അട്രോസിറ്റീസ് കമ്മിറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ടു കന്നഡിഗാസ് ആൻഡ് കന്നഡ. ഇത് കർണാടകയിലെ കാര്യമാണ്. 1,87,000 കോടി ഞങ്ങൾക്ക് കഴിഞ്ഞ 4-5 വർഷമായി കിട്ടാനുണ്ട്. ഇതാണ് കർണാടക പറയുന്നത്. പിണറായി വിജയന്റെ കണക്ക് കേരളത്തിന് 1,07,000 കോടി കിട്ടാനുണ്ടെന്നാണ്. കർണാടകയുടെ കണക്ക് അവർക്ക് 1,87,000 കിട്ടാനുണ്ടെന്നാണ്. ഇത് സ്റ്റേറ്റുകളെ സംബന്ധിച്ച് അവരുടെ പൊതുവികാരമാണ്. കേരളം പറയുന്ന അതേ കാര്യമാണ് കർണാടക പറയുന്നത്. കർണാടകയുടെ സമരം നടത്തുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കളാണ്. DK ശിവകുമാറും സിദ്ധരാമയ്യയും അടക്കമുള്ള ആളുകൾ. അപ്പോൾ ഈ സമരത്തെ എന്തുകൊണ്ട് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നില്ല? ഈ സമരത്തിന്റെ ഏതാവശ്യത്തിലാണ്, ഏത് ഡിമാൻഡിലാണ്, ഏത് മുന്നോട്ട് വെക്കുന്ന കാര്യത്തിലാണ് കോൺഗ്രസിന് എതിരഭിപ്രായം? അഭിലാഷേ, ഈ സമരത്തിന് കോൺഗ്രസ് പിന്തുണയ്ക്കാത്തതിന് കാരണം, ഈ സമരത്തിൽ 10 കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ 9 കാര്യങ്ങൾക്കും ഉത്തരവാദികളായിട്ടുള്ളത് കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അതിൽ ഒരു കാര്യം മാത്രമാണ് കേന്ദ്ര ഭരണത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സംസ്ഥാനങ്ങൾ, BJP ഇതര NDA ഇതര സംസ്ഥാനങ്ങളോടുള്ള സാമ്പത്തികമായിട്ടുള്ള വരിഞ്ഞുമുറുക്കൽ എന്നുള്ള വിഷയം നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ കർണാടകയുടെ കാര്യം പറഞ്ഞു. കർണാടകയിൽ കഴിഞ്ഞ 8 മാസത്തിനിടയ്ക്ക് 2,000 രൂപ വെച്ചിട്ട് വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും കൊടുക്കുന്ന പദ്ധതി ഉൾപ്പെടെ 4ഓളം പദ്ധതികൾ തുടങ്ങുന്നു. അവിടെ വരൾച്ച ഉൾപ്പെടെയുള്ള വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. പ്രത്യേക സ്പെഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് സ്റ്റേറ്റിന്. ആ സ്പെഷ്യൽ പ്രോബ്ലംസിൽ വരൾച്ച ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല. അതൊരു പ്രശ്നം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. അതുമാത്രമല്ല, കർണാടക സർക്കാർ അവരുടെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് തോറ്റുപോയ MP-മാരെ അല്ലെങ്കിൽ സീറ്റ് കിട്ടാതെ സങ്കടം പെട്ടുകൊണ്ട് മറ്റ് പാർട്ടികളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വരുന്ന മുൻ MP-മാരെയൊക്കെ ഡൽഹിയിൽ കൊണ്ടുപോയി പ്രത്യേക പ്രതിനിധികളായിട്ട് ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് നിയമിച്ചിട്ടുണ്ടായിരുന്നില്ല, കേന്ദ്രത്തിൽ നിന്ന് വേണ്ടതൊക്കെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചെയ്ത സർക്കാരാണ് കേരള സർക്കാർ. ഇതൊക്കെ ചെയ്തു എന്ന് മാത്രമല്ല, അങ്ങനെയും പണം ദൂർത്തടിച്ച ഒരു സർക്കാർ, അവരുടെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനല്ല. കേന്ദ്രത്തിന്റെ അവഗണന, ഇവിടുത്തെ പ്രശ്നം ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് എന്ന് വരുന്നത് എങ്ങനെയാണ്? ഒരേ സംസ്ഥാനത്ത് തൊട്ട് കിടക്കുന്ന 2 സംസ്ഥാനങ്ങൾ ഒരേ ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നു, ഒരേ കാര്യം പറയുന്നു. അത് ഒരിടത്ത് ശരിയും മറ്റൊരിടത്ത് തെറ്റുമാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല അഭിലാഷ്, ഞാനത് കൃത്യമായിട്ടാണ്, ഞാൻ അതിലേക്കാണ് പറയാൻ വരുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിലും സംശയം വിചാരിക്കേണ്ട. BJPക്കെതിരെ, അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കെതിരെ, നയപരിപാടികൾക്കെതിരെ, സാമ്പത്തിക പരിപാടികൾക്കെതിരെ കൃത്യമായിട്ടുള്ള എതിർപ്പ് കോൺഗ്രസിനുണ്ട്. അതൊരു സംശയമില്ല. കേരളം ഉന്നയിക്കുന്ന BJP സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എതിർപ്പുണ്ട്. അതിൻ്റെ ഭാഗമല്ലേ NK പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ MP ഇന്ത്യൻ പാർലമെന്റിനകത്ത് ചോദ്യം ചോദിച്ചത്?
ടി എൻ പ്രതാപൻ ചോദ്യം ചോദിച്ചത്, ഡീൻ കുര്യാക്കോസ് ചോദ്യം ചോദിച്ചത്, ഇന്ന് വീണ്ടും ടി എം പ്രതാപൻ ശൂന്യവേളയിൽ അക്കാര്യം ഉന്നയിക്കുന്നത്. കേരളത്തിൽ നിന്ന് CPM ഒരു കനൽ തെരിയുണ്ടല്ലോ, ആലപ്പുഴയിലെ ആരിഫ്, അദ്ദേഹം എപ്പോഴെങ്കിലും ഒന്ന് നാവാടിയിട്ടുണ്ട് ഈ വിഷയത്തെ കുറിച്ചിട്ട്. കോൺഗ്രസിനും UDF-നും ഇതിൽ കൃത്യമായിട്ടുള്ള നയമുണ്ട്, തീരുമാനമുണ്ട്. ഞങ്ങൾ കേന്ദ്രത്തോട് അക്കാര്യത്തിൽ വിയോജിക്കുന്നു. പക്ഷെ ആ വിയോജിപ്പ് നിൽക്കുമ്പോൾ തന്നെ കേരള സർക്കാർ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിശ്വാസ്യത ആർജിക്കാവുന്ന രീതിയിലുള്ള ധനകാര്യ മാനേജ്മെന്റ് ആണോ കേരള സർക്കാർ കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയത്? അല്ല എന്ന് തന്നെ പറയണം. 2016-ൽ ധനകാര്യ മന്ത്രിയായിട്ട് ചുമതലയേറ്റ തോമസ് ഐസക് വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചു. ആ വൈറ്റ് പേപ്പറിൽ പറയുന്നത് കേരളം അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന്. അങ്ങനെ ഒരു ബോധ്യമുള്ള സർക്കാരായിരുന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് നടക്കുന്ന 7.5 വർഷക്കാലം സാമ്പത്തിക ദുർനടപ്പിന്റെ, ധൂർത്തിന്റെ, അഴിമതിയുടെ, പിൻവാതിൽ നിയമനങ്ങളുടെ ഒക്കെ ഉത്തമ കേളി രംഗമായിട്ട് കേരളത്തെ മാറ്റുമായിരുന്നോ? ഇല്ലല്ലോ. ഇനി ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. ഇവിടെ കേരളത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാനും മറ്റ് മന്ത്രിമാരെ കാണാനും ഒക്കെ സമയമുണ്ടായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭാംഗങ്ങൾക്കൊക്കെ. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ജ്യോതി ബസു അനുസ്മരണവും ബംഗാൾ യാത്രയും ഒക്കെ ഒഴിവാക്കി പ്രധാനമന്ത്രിയെ കൈകൂപ്പി സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ ഘട്ടത്തിലെങ്കിലും പ്രധാനമന്ത്രിയോട് കേരളത്തോടുള്ള സാമ്പത്തിക അവഗണന ഒഴിവാക്കി തരണമെന്ന് ചോദിക്കാൻ ഇദ്ദേഹം താല്പര്യം കാണിച്ചോ? ഞാൻ ചോദിക്കുന്നത്, കുറച്ചു കാലം മുമ്പേ സജി ചെറിയാൻ എന്ന് പറഞ്ഞ ഒരു മന്ത്രി കേരളത്തിലെ ബിഷപ്പുമാരോട്, ഇന്ത്യയിലെ ബിഷപ്പുമാരോട് പറഞ്ഞത്, നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ചിട്ട് ക്രിസ്മസ് ആഘോഷത്തിന് പോയപ്പോൾ, കേക്ക് മുറിച്ചപ്പോൾ, വീഞ്ഞു കുടിച്ചപ്പോൾ ചോദിച്ചോ എന്ന്. അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയ ആ അവസരത്തിലെങ്കിലും കേരളത്തിന് കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചോദിച്ചു മേടിക്കാമല്ലോ. ഇനി ഇതുമായിട്ട് അനുബന്ധിച്ച ഒരു കാര്യം ചോദിക്കാനുള്ളത്, കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറയുന്നു നമ്മുടെ GST കളക്ഷൻ 20%-ലധികമാണെന്ന്. GST ആക്ട് അനുസരിച്ച് 14%-ലധികമാണെങ്കിൽ GST കോമ്പൻസേഷൻ അർഹതയില്ല. ഒന്നാമത്തെ കാര്യം. ഇനി അത് എന്ത് തന്നെ ആയാലും GST കോമ്പൻസേഷൻ 5 വർഷത്തേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അത് 5 വർഷത്തെ കൃത്യമായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നു. ഇനി പിന്നെ പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആണ്. അതും കേരളത്തിന് ഏറ്റവും മുന്തിയ രീതിയിൽ തന്നെ കിട്ടിയിരിക്കുന്നു, അതും വാങ്ങിയിരിക്കുന്നു. ഇനി ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നതിലാണ് തർക്കം. അതിന് പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ജനസംഖ്യ അനുപാതമായിട്ട്, നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി അനുസരിച്ചിട്ട് പല കാര്യങ്ങൾ, ഫിസ്ക്കൽ മാനേജ്മെന്റ്. ഈ ഫിസ്ക്കൽ മാനേജ്മെന്റ് എന്നുള്ള ഒറ്റ കൺസിഡറേഷനിൽ തന്നെ കേരളത്തിന് ഇത് അർഹതപ്പെടില്ല. കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കാത്ത, ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാത്ത, CAG റിപ്പോർട്ടിൽ പോലും നിരവധിയായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്ന ഒരു സംസ്ഥാനത്തിന് ഫിസ്ക്കൽ മാനേജ്മെന്റിന്റെ ആ ഗ്രേഡിൽ വരുന്ന ഒരു ഫണ്ടിനും അർഹതയില്ല എന്നുകൂടി ഞാൻ പറയാം. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, ഇത്രയും പ്രയാസങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തരുത് എന്ന് പറഞ്ഞ് നമ്മുടെ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങാനല്ലേ KV തോമസിനെയും സമ്പത്തിനെയും വേണു രാജാമണിയെയും ഡൽഹിയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത്? അവരുടെ ജോലി എന്തായിരുന്നു? അവർക്ക് കൊടുത്ത ഓണറേറിയവും അവരുടെ സ്റ്റാഫിന് കൊടുത്ത ശമ്പളവും ഒക്കെ, ആനുകൂല്യങ്ങളൊക്കെ, അതുകൂടി നമുക്ക് നഷ്ടം വരുത്തിയില്ല ഈ സർക്കാർ. അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഇല്ല, നയപരിപാടി ഇല്ല എന്ന് തന്നെ പറയണം. സമ്പത്തോ അല്ലെങ്കിൽ മറ്റേ വേണു രാജാമണിയോ എന്തെങ്കിലും പൈസ ഉണ്ടെന്നോ, അങ്ങനെ ഇപ്പൊ പൈസ ചോദിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന ഏർപ്പാടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി 5-ാം തീയതി, ഈ ഫെബ്രുവരി 5-ാം തീയതി ലോക്സഭയിൽ ഡീൻ കുര്യാക്കോസിന് കൊടുത്ത ധനമന്ത്രിയുടെ, ധനസഹമന്ത്രി പങ്കജ് ചൗധരിയുടെ മറുപടിയുണ്ട്. അപ്പോൾ ആ മറുപടിയിൽ നിന്ന് തന്നെ നമുക്ക് ചില കാര്യങ്ങൾ, എന്തുകൊണ്ട് ഇപ്പോൾ ഈ വർഷം, ഈ സാമ്പത്തിക വർഷം സമരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നോക്കൂ, 2020-21 കാലയളവിൽ, അതായത് 15th ഫിനാൻസ് കമ്മീഷന്റെ കാലയളവ് തുടങ്ങുന്നത് 2020-21 സാമ്പത്തിക വർഷത്തിലാണല്ലോ. അപ്പോൾ 18,048 കോടിയാണ് വിവിധ തരത്തിലുള്ള ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് മാത്രമായിട്ട് സംസ്ഥാനത്തിന് കിട്ടിയിട്ടുള്ളത്. ഈ തവണ അത് വെറും 5,599 കോടിയാണ്. ശരിയാണ്, 5 വർഷത്തേക്കാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ആദ്യ വർഷങ്ങളിൽ കൂടുതൽ കിട്ടി, അവസാന വർഷം ഇനി കിട്ടാനുള്ളത് കുറവാണ് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് കിട്ടിക്കൊണ്ടിരുന്ന കാര്യം 18,000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 5,000 ഈ കൊല്ലം കിട്ടിയിട്ടുള്ളൂ എന്നുള്ളൊരു വസ്തുതയാണ്. അത് ഗ്രാന്റിന്റെ കാര്യം അങ്ങനെയല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇതുപോലെ ഫിനാൻസ് കമ്മീഷൻ തീരുമാനിച്ച് നിശ്ചയിച്ച് കൊടുത്തതല്ലേ എന്ന്. പക്ഷേ ഈ എയ്ഡുകളുടെ കാര്യം ഒന്ന് നോക്കൂ. ഈ തവണ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് 23,935 കോടി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗ്രാന്റുകളായി, പൈസയായി കിട്ടിക്കൊണ്ടിരുന്നത് അത് 1,787 ആയിട്ട് കുറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പറഞ്ഞു, UGCയുടെ ശമ്പള പരിഷ്കരണത്തിന് 750 കോടി തരാനുണ്ടായിരുന്നു, തന്നിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റ് 1,970 കോടി തന്നിട്ടില്ല. ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 1,700 കോടി തന്നിട്ടില്ല. ദുരിതാശ്വാസം, അതുപോലെ തന്നെ കാപ്പെക്സ്, അസിസ്റ്റൻസ് അണ്ടർ ദ സ്കീം, സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, 1 രൂപ ഈ കൊല്ലം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സാമ്പത്തിക വർഷം മുൻ സാമ്പത്തിക വർഷങ്ങളുമായി താരതമ്യം ചെയ്താൽ മുകളിൽ നിന്ന് കിട്ടിയ പൈസ തുലോം തുച്ഛമാണ് എന്ന അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം അംഗീകരിക്കണ്ടേ?
അല്ല അഭിലാഷെ, അതിലൊരു തെറ്റുമില്ലെന്നേ. അങ്ങനെ ഈ വർഷം സാമ്പത്തിക വർഷം കേരളത്തിന് കിട്ടിയിരിക്കുന്ന പണം കുറവാണ്. അതിൽ ഓരോന്നും ഞാൻ പറയാം. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 5 വർഷത്തേക്കാണ് പറഞ്ഞിരുന്നത്. അത് 5 വർഷത്തേക്ക് കിട്ടിയെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിനാണ്. ഞാൻ പറയട്ടെ, ഞാൻ BJP സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു രീതിയിൽ ഒരു മേഖലയിലും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു സംസ്ഥാനം, അത് മുൻ വർഷങ്ങളിൽ കൂടുതൽ വാങ്ങിയതുകൊണ്ട് ഈ വർഷം കുറഞ്ഞു. ആ ഫാക്ട് അവിടെ നിൽക്കുന്നു. GST കോമ്പൻസേഷൻ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഈ കിട്ടിയ പണമൊക്കെ ദൂർത്തടിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റ് കിട്ടിയെന്ന്, അത് ആദ്യ ഗഡ് കിട്ടിയത് തന്നെ, അതിൽ എൻ്റെ ഇത് കണക്ക് ശരിയാണെങ്കിൽ 239 കോടി രൂപയോളം എന്തോ വരും. അത് വകമാറ്റി ചെലവഴിച്ച സംസ്ഥാന സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവർക്ക് ഇത് ചോദിക്കാൻ അർഹതയുണ്ടോ? ഇനി UGCയുടെ 750 കോടി രൂപ 2022 മുമ്പ് അതിന്റെ റിപ്പോർട്ടെല്ലാം കൃത്യമായിട്ട് കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുത്തില്ല. ആ പണം ലാപ്സായി പോയി. അതിന്റെ ഉത്തരവാദിത്തമാർക്ക? കേരളത്തിലെ ധനകാര്യ വകുപ്പിന്. ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുക്കാതെ, ഓഡിറ്റ് റിപ്പോർട്ടുകൾ കൊടുക്കാതെ ഇതിനൊക്കെ ലാപ്സ് ആകാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് കേരളത്തിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് തന്നെയാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിന്റെ GSDP ഡെറ്റ് റേഷ്യോ കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെ ഈ രാജ്യത്തെ, ഈ ലോകത്തെ മുഴുവൻ ഗവൺമെന്റുകളുടെയും ഡെറ്റ് റേഷ്യോ കൂടും. അത് ലോകവ്യാപകമായിട്ടുള്ളൊരു പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷേ 2016 ശേഷം കേരളത്തിന്റെ GSDP ഡെറ്റ് റേഷ്യോ അലാമിംഗ് ആയിട്ട്, ഏറ്റവും അപകടകരമായിട്ട് വർദ്ധിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? 2016 വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ച തോമസ് ഐസക് ഉൾപ്പെടെ ഇന്നത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കല്ലേ? ഇവരല്ലേ പറഞ്ഞത് കേരളം വലിയ പ്രതിസന്ധിയിലാണെന്ന്? അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും കടം ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നതിന്റെ ഉത്തരവാദിത്തമാർക്ക? എന്തെങ്കിലും വൻകിട പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പാക്കിയോ? ആളുകൾക്ക് തൊഴിൽ സൗകര്യങ്ങൾ ഇവിടെ ഉറപ്പാക്കിയോ? ആളുകൾക്ക് പെൻഷനും ശമ്പളവും കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാർ. കർണാടകയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? കർണാടകയിൽ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ? ഇന്നലെയല്ലേ ഇടുക്കി ജില്ലയിൽ ഒരു 90 വയസ്സായ ഒരു അമ്മ വഴിയിലിരുന്ന് പ്രതിഷേധിച്ചത്? 86 വയസ്സായ മറിയക്കുട്ടി പ്രതിഷേധിച്ചത്? ആ മറ്റ് സംസ്ഥാനങ്ങളിൽ പെൻഷൻ മുടങ്ങുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ദൂരത്തും അഴിമതിയില്ല. പൊതുജനങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ് സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കവർ ഉണ്ടോ? ശ്രീ അനിൽകുമാർ, എന്തുകൊണ്ട് കോൺഗ്രസ് പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്. നിങ്ങൾ ഭരിച്ച് നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി ഈ വിധമാക്കിയിട്ട് പിന്നെ കേന്ദ്രം തന്നോളണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്തുണയ്ക്കണോ എന്നുള്ളതാണ് ചോദ്യം. മല്ലികാർജുന ഖാർഗെയോട് ഇതെല്ലാം പറയുക നല്ലത് കേട്ടോ. മല്ലികാർജുന ഖാർഗെയും DK ശിവകുമാറും KJ ജോർജും സിദ്ധരാമയ്യയും കേരളത്തിൻ്റെ സമരം ന്യായമാണെന്ന് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ KPCC കൂടി. പിന്നെ ആകെ കേരളത്തിൻ്റെ എല്ലാ കുറ്റവും എന്താണ്? ദൂർത്താണ്. അത് മനസ്സിലായില്ല ദൂർത്ത് എന്നാന്ന്. കേരളം ചെയ്യുന്ന ഒന്നാമത്തെ ദൂർത്ത് എന്നാണെന്നറിയോ? സ്കൂളുകളും കോളേജുകളും ആവശ്യത്തിലേറെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ശമ്പള ചെലവ് കൂടുതലാണ്. അതുകൊണ്ടാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടുന്നത്. നിങ്ങൾ സ്കൂൾ പൂട്ടിയാൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടുകയില്ല. നിങ്ങൾക്ക് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഇന്ത്യയിൽ 1ാം സ്ഥാനം വേണോ? ആണെങ്കിൽ കൂടുതൽ ജീവനക്കാരോടെ വേണം, അവർക്ക് ശമ്പളം കൊടുക്കണം, അവർ റിട്ടയർ ചെയ്ത പെൻഷൻ കൊടുക്കണം. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ചെലവുകളിലൊന്ന്. അത് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് സർക്കാരിനെന്ന് ഞങ്ങളുടെ ദൂരത്ത് അതാണ്. ശമ്പളം കൊടുത്തു. ഇപ്പൊ പറഞ്ഞ ശമ്പളവും പെൻഷനും ഒന്നും കുറയ്ക്കേണ്ട, അങ്ങനെ കുറയ്ക്കണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. പക്ഷെ ആ ചെലവുകൾ മീറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ വിഭവ സമാഹരണം നടത്താമല്ലോ. കേരളത്തെ സംബന്ധിച്ച് നികുതി പിരിവ് സംബന്ധിച്ച് വളരെ വിശുദ്ധരായ സാമ്പത്തിക ശാസ്ത്രജ്ഞർ 30,000-40,000 കോടിയുടെ ഗ്യാപ്പ് ഉണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതൊക്കെ പച്ചക്കള്ളമാണ്. ഒരു ശാസ്ത്രജ്ഞനും ഇല്ല. ഇതെല്ലാം മോദിയുടെ കാര്യതിരുമെന്നവന്മാരായി പറയണത്. ഞാൻ പറയുന്നതിന് കണക്കം കൊണ്ട് പറയാം. ചുമ്മാ 40,000 കോടി ഉണ്ടാകുമോ? എന്ത് നരേന്ദ്രമോദിയുടെ കാര്യതിരുമാൻ വേണ്ടി ഓരോരുത്തർ വീഡിയോയിൽ ഇറങ്ങിയിരിക്കുക. എന്നിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് അക്കാപ്പിച്ച് കിട്ടുമെന്ന് എഴുതി നടക്കുകയാണ്. അവരോടല്ല പറയണത്, ഞാൻ സമൂഹത്തോടെ പറയുന്നത്. കേരളത്തിൻ്റെ ദൂരത്ത് എന്താണ്? കേന്ദ്ര സർക്കാർ പെൻഷൻ കൊടുക്കാൻ 200 രൂപ തരുന്നു. കേരളം 1600 കൊടുക്കുന്നു. 62 ലക്ഷം പേർക്കാണ് കേരളം പെൻഷൻ കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാർ 6 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കാനുള്ള പണം തരുന്നു. ചെറിയ തുക. കേരളം 1600. ഉമ്മൻചാണ്ടിയുടെ 600, ഞങ്ങൾ 1600 ആക്കിയത് ദൂർത്താണ്. കോൺഗ്രസ്സുകാരനോട് പറയുന്നത് ആ ദൂർത്ത് ഞങ്ങൾ നടത്തും. അത് 2500 ആയിട്ട് ഞങ്ങൾ നടത്തും. ഇപ്പം നടത്താൻ പറ്റാത്തത് ഈ മോദി തടയുന്നതുകൊണ്ടാണ്. നിങ്ങളിങ്ങനെ മോദിക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ്. ഇല്ലേ ഞങ്ങളെ ദൂർത്ത് നടത്തും. നിങ്ങളൊരു KV തോമസിൻ്റെ കാര്യമോ അല്ല വേറെ വേണു രാജാവേണ്ട എന്തൊക്കെ ന്യായമാണ് പറയണത്? ഞാൻ ചോദിക്കുന്നത്, തെലങ്കാനയിൽ ഇപ്പം നിങ്ങൾ എത്ര ക്യാബിനറ്റ് നിയമിച്ചു? ക്യാബിനറ്റ് മന്ത്രിമാർ കൂടാതെ നിങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിമാരെ ക്യാബിനറ്റ് റാങ്ക് നിയമിച്ചു. സിദ്ധരാമയ്യ എത്ര പേരെ നിയമിച്ചു? അഡ്വൈസർമാരെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണോ? ഇതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ മോദി 4 തവണ കേരളത്തിൽ വന്നിട്ട് പോകും. എത്ര കോടിയാണ് നമുക്ക് നഷ്ടം? നിങ്ങളാരും മോദിയുടെ യാത്ര കേരളത്തിൽ നഷ്ടം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കേട്ടില്ലല്ലോ.
അപ്പോൾ അതൊക്കെ ആകാം അല്ലേ? രാഹുൽ ഗാന്ധി വയനാട്ടിലൂടെ വന്നു പോയാൽ എത്ര കോടി രൂപ കേരളത്തിന് നഷ്ടം വരും? വെറുതെ വയനാട്ടിൽ വന്നാൽ മതി, ഇസഡ് കാറ്റഗറി ഇങ്ങനെ വന്ന് ചായം കുടിച്ചിട്ട് പോയാൽ എത്ര കോടി കേരളത്തിന് പോകും? രാഹുൽ ഗാന്ധി കേരളത്തിന് വരാതിരുന്നാൽ എത്രത്തോളം ലാഭമാണ് കേരളത്തിന്? നിങ്ങൾ ഈ ദൂരത്തിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കാതെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറയാം. ഇനി ഈ 7.5 കൊല്ലത്തിനിടയ്ക്ക് എന്താ കേരളത്തിന് കൂടുതൽ കടം വന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് GDP ആയിട്ടുള്ള കേരളത്തിൻ്റെ കടബാധ്യത എന്ന് പറഞ്ഞാൽ 38% മേളിലാണ്. ഇപ്പോൾ അത്ര ഇല്ലപ്പാ. ഇപ്പോൾ നമ്മുടെ ധനക്കമ്മി എന്ന് പറയുന്നത് 3.8 നിന്ന് 3.6 ആയിട്ട് കുറഞ്ഞു. ഞാനൊരു കള്ളം പറയില്ല. ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ അവസരത്തിൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ കള്ളം പറയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കടബാധ്യത ഇന്ന് കേരളത്തിനില്ല. മാത്രമല്ല കേരളത്തിന് കടമെടുക്കാൻ 3% റേറ്റ് ഉണ്ടോ? ആ കടം നമ്മൾ എടുക്കണോ? കേന്ദ്രം എന്താ പറയുന്നറിയാമോ? നിങ്ങൾ റോഡ് പണിതാൽ ടോൾ പിരിക്കണം, ഞങ്ങളെ മാതൃകയാക്കണം. കേരളത്തിൻ്റെ ഈ സംസ്ഥാന റോഡുകളിൽ മുഴുവൻ ടോൾ വെച്ചോളാണ് പറയുന്നത്, ദേശീയപാത ചെയ്യുന്ന പോലെ. നമ്മളത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. കിബി മൂലം ഉണ്ടാക്കുന്ന പാലങ്ങൾ മുഴുവൻ ടോൾ വെക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞു, BJPയും പറഞ്ഞു. അതാണ് കേരള മോഡൽ. ഞങ്ങളില്ല. ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിനകത്ത് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന ശേഷം കേരളം ഇന്ത്യ രാജ്യത്ത് പുറകിൽ പോയൊരു മേഖല പറയൂ. ഞങ്ങൾ ഭരണം കൊള്ളുകയെന്ന് നിങ്ങൾക്ക് വേണം പറയാം. ഏത് മേഖല ഞങ്ങൾ പുറകോട്ട് പോയി? ഒരു മേഖല പറയൂ. ഒറ്റ പോയിന്റ് ഞാൻ പറയാം. നിങ്ങളുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് എത്ര കോടിയാണ്? 80,000 കോടി. ഇപ്പോൾ കേരളത്തിൻ്റെ ബഡ്ജറ്റ് എത്രയാണ്? 1,86,000 കോടി. ഈ ബഡ്ജറ്റ് എങ്ങനെ വർദ്ധിച്ചത്? ശരി, അല്ല എനിക്ക് ഇപ്പോ ഒരൊറ്റ കാര്യം, താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് വസ്തുതാപരമായ പിശകുണ്ട് ശ്രീ അനിൽകുമാർ. ഡെപ്റ്റ് ടു GSDP റേഷ്യോ 2010-11 കാലയളവിൽ, അതായത് VS സർക്കാരിന്റെ ഭരണം അവസാനിക്കുന്ന കാലയളവിൽ 29.83%. ഇത് UDF സർക്കാരിന്റെ ഭരണം അവസാനിച്ച 2016 വർഷമാകുമ്പോഴത്തേക്ക് 26.88 ആയി കുറഞ്ഞു. ഇത് സ്റ്റേറ്റ് ഫിനാൻസ് എക്കണോമിക് റിവ്യൂ 2016 2016 എക്കണോമിക് സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഡെപ്റ്റ് ടു GSDP റേഷ്യോ 2016 26.88%. അതാണ് ഇപ്പോൾ 39% എത്തി നിൽക്കുന്നത്. അത് വസ്തുതാപരമായ ഒരു പിശകാണ്. അത് ഞാൻ പറയുന്നത് ധനക്കമ്മിയുടെ കാര്യമാണ്. രണ്ടല്ലേ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ധനക്കമ്മി എത്ര? അത് ശരിയാ, യു ആർ കറക്റ്റ്. ഞാനത് അംഗീകരിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ധനക്കമ്മി ഇന്ന് കേരളത്തിൽ LDF സർക്കാരിൻ്റെ കാലത്തുണ്ടോ? ഇല്ല. കേന്ദ്ര സർക്കാരിന് ധനക്കമ്മി ഇന്ന് കേരളത്തിലുണ്ടോ? ഇല്ല. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ഞങ്ങൾ പ്രകടന പത്രികയിലെ വാഗ്ദാനമെല്ലാം നടപ്പാക്കിയവരാന്നേ. 600-ൽ 500 നടപ്പാക്കിയവരാണ്. ഈ ദേശീയപാതയ്ക്ക് വേണ്ടി ഇവർ കുത്തിന് പിടിച്ച് 5,850 കോടി രൂപ വാങ്ങിച്ചില്ലേ ഈ കേന്ദ്ര സർക്കാർ? ഈ കോൺഗ്രസ്സുകാരെ എതിർത്തിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിന് പാക്കേജ് ഉണ്ടോ? പ്രളയം വന്നപ്പോൾ വിദേശ സഹായം വാങ്ങിക്കാൻ പാടില്ല, പക്ഷേ ഉത്തരാഖണ്ഡിന് വാങ്ങിക്കാമല്ലോ. നരേന്ദ്രമോദിയുടെ അഭിമാനം എവിടെ പോയി? ഇന്ത്യ രാജ്യത്തെ പല സംസ്ഥാനത്തിനും പാക്കേജ് കൊടുത്തു. കർണാടകത്തിന് പാക്കേജ് കൊടുത്തു, കേരളത്തിന് പാക്കേജ് ഇല്ല. കേരളത്തോട് ചിറ്റമ്മ നയമല്ലേ? ശരി, ഓക്കെ. കേരളത്തോട് അരി വാങ്ങിക്കാൻ വേണ്ടി ചിറ്റമ്മ നയമാണ് എന്നുള്ളതാണ് CPM ആരോപണം. അരി വാങ്ങിക്കാൻ വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കേന്ദ്രം. ശരി, ഓക്കെ. ഇവിടെ ശ്രീ സുരേഷ് നോക്കൂ, ഒന്ന് ഇപ്പൊ ഇന്നലെ പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത് ഞങ്ങള് സംസ്ഥാനങ്ങളെയും കേന്ദ്രത്തെയും ഒരുപോലെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള ശക്തമായ സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ രാജ്യം കൊണ്ടുപോകാൻ കഴിയൂ എന്നൊക്കെയാണ്. പക്ഷേ നോക്കൂ, ഇപ്പോൾ ഈ ധനകാര്യ കമ്മീഷൻ അവാർഡിന്റെ കാര്യത്തിൽ മാത്രമൊന്നുമല്ല, ഭരണയന്ത്രം തിരിക്കുന്ന കാര്യത്തിൽ നമുക്കൊരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു വ്യവസ്ഥയുണ്ടല്ലോ. അതിനപ്പുറത്ത് പരമാധികാരം കേന്ദ്രത്തിലേക്ക്, നമ്മളിപ്പോൾ പ്രസിഡൻഷ്യൽ രീതിയിലുള്ള സംവിധാനമല്ല, പാർലമെന്ററി രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനം, അതും ഫെഡറൽ വ്യവസ്ഥയുള്ള സംവിധാനമാണ്. അപ്പോൾ ആ ഫെഡറൽ വ്യവസ്ഥയുടെ അന്തസത്തയ്ക്ക് നിരക്കാത്ത വിധത്തിൽ സംസ്ഥാനങ്ങളുടെ ലെജിസ്ലേഷനുള്ള സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും കടന്ന ഒരു അതോറിറ്റേറിയൻ റൂളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള ആക്ഷേപം. ശ്രീ അഭിലാഷ്, ശ്രീ അനിൽകുമാർ 2 പ്രാവശ്യം പറഞ്ഞതിന് മറുപടി പറയേണ്ടതുണ്ട്. എൻ്റെ ഒരു ഒഴിവും കവർ ചെയ്തിട്ടാണ് അനിൽകുമാറിലേക്ക് പോയത്. അതുകൊണ്ട് എനിക്കതിനുള്ള സമയം തരണം. ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇവിടെ ശ്രീ അനിൽകുമാറിനോട് എനിക്ക് പറയാനുള്ളത്, ശ്രീ അനിൽകുമാറെ, നിങ്ങൾ എന്തുകൊണ്ട് പശ്ചിമ ബംഗാളിനെ മമതാ ബാനർജിയെ ഇന്ന് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വിളിച്ചില്ല? കാരണം കേരളത്തെക്കാൾ പിടിപ്പ് കെട്ട 35 വർഷത്തെ ഗതികെട്ട സാമ്പത്തിക അവധാനതയില്ലാത്ത പ്രവൃത്തി കാരണം കേരളത്തിൻ്റെ തൊട്ടുപുറകിലായിട്ട്, കേരളത്തിൻ്റെ മുമ്പിലായിട്ട് സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ കടക്കണിയുടെ കാര്യത്തിൽ പശ്ചിമ ബംഗാൾ നിൽക്കുന്നു. ആ പശ്ചിമ ബംഗാളിനെ ഈ അവസ്ഥയിലാക്കിയതിൻ്റെ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഈ കാപട്യവും അതോടൊപ്പം തന്നെ വരട്ടുവാദവും
വിവരമില്ലായ്മയും ഭരണ നൈപുണ്യമില്ലായ്മയും ഇടയും പ്രതീകമായ CPM ആണ്. അതുകൊണ്ട് CPM ആണ് പശ്ചിമ ബംഗാളിനെ കേരളത്തിൻ്റെ മുമ്പിൽ എത്തിച്ചു തന്നിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് നിങ്ങൾ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയെ ഇന്ന് നിങ്ങൾക്ക് ഐക്യദാർഢ്യപ്പെടാൻ വേണ്ടി വിളിക്കാതിരുന്നത്. ഞാൻ അനിൽകുമാറിന് ചോദിക്കും, ലോകത്തെവിടെയെങ്കിലും ഒരു വാർഡിലെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് അന്തസ്സുറ്റ ഭരണം നടത്തിയ ഒരു ചരിത്രം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100 വർഷത്തെ ആയുസിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എല്ലായിടത്തും വരട്ടുവാദവും ഇതുപോലെയുള്ള അസംബന്ധ ജടിലമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് ആ നാടിനെ നശിപ്പിച്ചിട്ടേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ രീതി. നിങ്ങളിവിടെ പറയുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് കേരള മോഡൽ. എന്താണ് കേരള മോഡൽ? ഇന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ വിദേശ സർവകലാശാലകൾക്കും സ്വകാര്യ സർവകലാശാലകൾക്കും ആരോഗ്യരംഗത്തുൾപ്പെടെ വിദേശ മുതൽ മുടക്കിനും അവസരം കൊടുക്കുന്നതാണോ നിങ്ങളുടെ കേരള മോഡൽ? ബാലഗോപാൽ ഇവിടെ നിന്ന് പോയത് നല്ലതായി. അല്ലെങ്കിൽ ഏതെങ്കിലും വിവരമുള്ള SFIക്കാരൻ പണ്ട് TP ശ്രീനിവാസനെ ചെയ്ത പോലെ തിരുവനന്തപുരത്ത് വെച്ച് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച KN ബാലഗോപാലിൻ്റെ ചെകിട്ടത്തടിക്കുമായിരുന്നു. നിങ്ങളുടെ രക്തസാക്ഷി ഉണ്ടല്ലോ പുഷ്പൻ, ആ പുഷ്പൻ കഴിയുമെങ്കിൽ എണീറ്റ് വന്ന് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുമായിരുന്നു, എന്നെയും മരണപ്പെട്ടു പോയ എൻ്റെ ബലിദാനികളെയും വഞ്ചിച്ച ക്രൂരനാണ് താങ്കളെന്ന് പറയുമായിരുന്നു. ഈ പാവങ്ങളെയൊക്കെ നിങ്ങൾ തെരുവിലാക്കി രക്തസാക്ഷിയാക്കിയത് ഇവിടെ സ്വാശ്രയ കോളേജിനെതിരെയും സ്വകാര്യ കോളേജിനെതിരെയുമല്ലായിരുന്നോ? നാണമുണ്ടോ നിങ്ങൾക്ക് സ്വന്തം ബലിദാനികളെ പോലും വഞ്ചിച്ചിട്ട് ഇവിടെ വന്ന് കേമത്വം പറയാൻ? ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ. പിണറായി വിജയനും മരുമകനും അങ്ങ് ഡൽഹിയിലേക്ക് പോയത് പോകുന്ന വഴിയിൽ മോളെ ബാംഗ്ലൂർ ഇറക്കി വിട്ടിട്ടല്ലേ? ഇന്ന് എക്സാലോജി കമ്പനി ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുക. ഇവിടെ നിർമ്മല സീതാരാമനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് BJPയെയും നിർമ്മല സീതാരാമനെയും ഇവിടുത്തെ അർബൻ നക്സലൈറ്റുകളുടെ ഭാഗത്തു നിന്ന് വിമർശിക്കുന്നുണ്ടാകും. പക്ഷേ നിർമ്മല സീതാരാമൻ തൻ്റെ ഭർത്താവിന് മാസപ്പടി വാങ്ങിക്കൊടുക്കാനുള്ള ഏർപ്പാടൊന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്തിട്ട് ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യുന്ന ഈ കാപട്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള നിങ്ങളുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനും ഒക്കെയാണ് ഈ കേരളത്തിൽ ഇന്ന് മാന്യതയുടെ കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാന്യത വിളമ്പാൻ വേണ്ടി ഇങ്ങനെയുള്ള വേദികളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരന് ധാർമ്മികമായി ഒരധികാരവുമില്ല എന്ന് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി മറ്റൊന്ന്, അദാനി. എൻ്റെ അനിൽകുമാറെ, നിങ്ങളുടെ ഈ സഖാവ് പിണറായി വിജയനല്ലേ അദാനിയുടെ പണിയായുധങ്ങൾ വിഴിഞ്ഞത്ത് വന്ന സമയത്ത് അത് ഏറ്റെടുക്കാൻ വേണ്ടി പണിയായുധം പിടിച്ചടക്കാൻ വേണ്ടി ചെന്ന് നിന്നത്? ഈ അദാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി അദാനിയുടെ മരുമകളുടെ ഫാമിൽ പോയി 38 ലക്ഷം രൂപ കൊടുത്ത് അദാനിക്ക് ഈ എയർപോർട്ട് എഴുതി കൊടുത്തത് ഈ പിണറായി വിജയനല്ലേ? അദാനി ഒന്ന് AKG സെന്ററിൽ വന്നപ്പോ നാട്യമായി എന്തോ ഒരു ദാസ്യവൃത്തിയാണ് ഈ CPM ചെയ്തത്. ഈ എയർപോർട്ടിന്റെ കാര്യത്തിലൊക്കെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിക്ക് ഒരു നയവും അതനുസരിച്ചുള്ള തീരുമാനമല്ലേ ഇപ്പൊ പിണറായി വിജയൻ ആർക്കെങ്കിലും എയർപോർട്ട്? പിണറായി വിജയൻ എവിടുന്ന ലീഗൽ അഡ്വൈസ് വാങ്ങിയത്? ലീഗൽ അഡ്വൈസ് വാങ്ങിയത് അദാനിയുടെ കുടുംബത്തിൽ നിന്നല്ലേ? അദാനിയുടെ കുടുംബത്തിൽ നിന്ന് ലീഗൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്കാണെന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്ന് പറയുന്ന പിണറായി വിജയനല്ലേ? കാപട്യത്തിന്റെ മുഖമല്ലേ ഇന്ന് പിണറായി വിജയൻ കേരളത്തിൽ? സിവിൽ ഏവിയേഷനിൽ സംസ്ഥാനത്തിന്റെ റോൾ എന്താ? അദാനിയുടെ പണിയായുധം ഇറക്കാൻ ചെന്ന് നിന്നില്ലേ? സുരേഷ്, എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ചെയ്യാനല്ലോ പോയത്, പണിയായുധം ഇറക്കാനല്ലേ? നമ്മുടെ സിവിൽ ഏവിയേഷനുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിനോ നയപരമായ തീരുമാനത്തിനോ നടപടിക്കോ ഉള്ള എന്തെങ്കിലും അധികാരം സംസ്ഥാന സർക്കാരിനുണ്ടോ? പിണറായി വിജയന്റെ സർക്കാരിനല്ല, ഏതെങ്കിലും സർക്കാരിന്. ഇനി വേറൊന്ന് അനിൽകുമാറെ, ഈ പെൻഷൻ അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി കേരളത്തിൽ അതിലേക്ക് വരാം. എനിക്ക് അനിൽകുമാറിന്റെ 2 ഊഴത്തിനുള്ള ഉത്തരം കൊടുക്കണ്ടേ? ഈ പെൻഷൻ 67 ലക്ഷം പേർക്ക് കൊടുക്കുന്നു എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? നിങ്ങൾ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ 6 മാസം ആയിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല. 1 മാസം ആയല്ലോ നിങ്ങളുടെ മറ്റേ ആർഭാട യാത്ര, കോടികൾ മുടക്കി ആർഭാട യാത്ര നടത്തിയില്ല ഇവിടുത്തെ മന്ത്രിമാർ? കേരളം മുഴുവൻ ചുറ്റിയില്ലേ? ഇപ്പൊ ഡൽഹി ചുറ്റാനല്ലേ പോയിരിക്കുന്നത് കേരളത്തിന്റെ ചെലവിൽ? കേരളം മുഴുവൻ ചുറ്റിയ സമയത്ത് നിങ്ങൾ 1 മാസത്തെ പെൻഷൻ കൊടുത്തു. എത്ര പേർക്കാണ് കൊടുത്തത്? 53 ലക്ഷം ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ പെൻഷൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഏകദേശം വരുന്ന 15 ലക്ഷത്തോളം ആൾക്കാർ ആ പെൻഷൻ പോലും കിട്ടാതെ അലഞ്ഞു നടക്കുകയാണ് കേരളത്തിൽ. പല കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പെൻഷൻ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഈ തരത്തിലുള്ള പച്ചക്കള്ളമൊക്കെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പെൻഷൻ കിട്ടാത്ത 100 കണക്കിന് ആൾക്കാരുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കണം. ആ പാവങ്ങളിൽ പൊട്ടിക്കരയുന്ന, മരുന്ന് വാങ്ങാൻ പൈസയില്ലാതെ, ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പൊട്ടിക്കരയുന്ന അമ്മമാരെയും അച്ഛന്മാരെയും ഈ മാതൃഭൂമി TV ഉൾപ്പെടെ കാണിക്കുന്നത് താങ്കൾ കണ്ടിട്ടില്ലേ? താങ്കളുടെ മനസ്സലിയുന്നില്ല ഈ പച്ചക്കള്ളം പറയുമ്പോൾ? എന്തൊക്കെയാണ് നിങ്ങൾ തട്ടിവിടുന്നത്? ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഞാൻ നിങ്ങളോട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ കേരളത്തിൽ മൂലധന ചിലവിന് പ്രത്യേക ധനസഹായം നരേന്ദ്രമോദി സർക്കാർ തന്നിട്ടുണ്ടോ? 2223 കോടി തന്നിട്ടുണ്ടോ? അത് കേരളത്തിന് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ?
അത് കേരളത്തിനോടുള്ള അവഗണനയാണ് എന്നാണോ CPM പറയുന്നത്? പുതിയ പെൻഷൻ പദ്ധതി തൊഴിലാളികൾക്കും തൊഴിൽദായകർക്കുമുള്ള ആ പദ്ധതി പ്രകാരം 3543 കോടി രൂപ കേരളത്തിന് നരേന്ദ്രമോദി സർക്കാർ തന്നിട്ടില്ലേ? അത് നിങ്ങൾ പുറത്തു പറയാൻ തയ്യാറാണോ? നിങ്ങൾ എന്തുകൊണ്ട് അത് പുറത്തു പറയാൻ തയ്യാറാത്ത? നിങ്ങളോട് വിവേചനം കാണിക്കുന്നുവെങ്കിൽ എന്തിനാണ് അത് അനുവദിച്ചത് നരേന്ദ്രമോദി സർക്കാർ? അതോടൊപ്പം തന്നെ ഓഫ് ബഡ്ജറ്റ് കടങ്ങളുടെ തിരിച്ചടവിനായി നിങ്ങൾ കിഫ്ബി വഴിയും മറ്റും മറിച്ചതൊക്കെ ആയിട്ടുള്ള കുറെ തട്ടിപ്പ് ഉടായിപ്പ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയല്ലോ. ആ ബഡ്ജറ്റിന്റെ കടം തിരിച്ചടയ്ക്കാനായി 3523 കോടി രൂപ കേന്ദ്ര സർക്കാർ തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് നിഷേധിക്കാമോ? തീർന്നില്ല. GST നഷ്ടപരിഹാര വായ്പ നേരത്തെ പറഞ്ഞതാണ് 14,505. എന്തുകൊണ്ടാണ് 14,505? ഇത് 5 വർഷമായിട്ട് അവസാനത്തെ വർഷത്തെ ഈ കേരളത്തിന് അർഹതപ്പെട്ടതായിരുന്നത് കൊണ്ടാണ് 15,505. ബാക്കിയെല്ലാം നേരത്തെ വാങ്ങിക്കഴിഞ്ഞു. ഇനി ആത്മനിർഭർ ഭാരത് ഇതിന്റെ അധിക കടമായിട്ട്, ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന BJPയുടെ പദ്ധതിയുടെ അധിക കടമായിട്ട് കേരളത്തിന് 18,087 കോടി രൂപ കിട്ടിയില്ലേ? നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കോ? ഇതൊക്കെ എപ്പോ കിട്ടിയെന്ന് പറയണം. ഊർജ്ജ മേഖലയിൽ അതെ എപ്പോ കിട്ടിയെന്ന് അദ്ദേഹം പറയട്ടെ. അപ്പോൾ ഞാൻ പറയാം. ഇനി വേറൊന്ന്, 2021 4,060 കോടി രൂപ ഊർജ്ജ മേഖലയിൽ കേരളത്തിന് നൽകി. 2022 4,263 രൂപ ഊർജ്ജ മേഖലയിൽ കേരളത്തിന് നൽകി. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കോ? നിങ്ങളിവിടെ തട്ടിവിട്ടു. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് പിണറായി വിജയനാണ്. ഇവിടെ ആരോഗ്യ മേഖലയിൽ ഉന്നതമായ അവസ്ഥയിൽ എത്തിച്ചത് പിണറായി വിജയനാണ് എന്നൊക്കെ തട്ടിവിട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ കേരളത്തിൽ ഈ സർവശിക്ഷാ അഭിയാൻ വഴി ഈ വർഷം എത്ര കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ തന്നത്? ഈ സർവശിക്ഷാ അഭിയാൻ ഈ കേരളത്തിലെ എല്ലാ പ്രൈമറി സ്ഥാപനങ്ങളും ഈ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും വിനിയോഗിക്കാൻ പറ്റുന്ന പണം കിട്ടിയില്ലേ? 826 കോടി രൂപ കിട്ടിയില്ലേ? നിങ്ങൾക്കത് നിഷേധിക്കാൻ സാധിക്കോ? ഇനി ആരോഗ്യ മേഖലയിൽ സാങ്കേതികമായി തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോളൂ. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. തിരുത്തിക്കോളൂ. നാഷണൽ ഹെൽത്ത് മിഷന്റെ നേതൃത്വത്തിൽ ആയുഷിന്റെ ഭാഗമായി എത്ര കോടി, 100 കണക്കിന് കോടി രൂപ ഈ കേരളത്തിന് കിട്ടുന്നില്ലേ ഓരോ വർഷവും? അതല്ലേ ഇവിടുത്തെ ആരോഗ്യ മേഖല, ഹെൽത്ത് സെന്ററുകൾ, അതോടൊപ്പം തന്നെ ആയുഷിന്റെ പദ്ധതികൾ, കേന്ദ്ര സർക്കാരിന്റെ അവർക്കില്ലെങ്കിലും കൊടുക്കുന്ന കേന്ദ്രത്തിനൊരു കണക്ക് വേണ്ടേ? നരേന്ദ്രമോദി കൊച്ചിയിൽ വന്നതിന്റെ ചെലവിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു. ഈ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതി 4,000 കോടി രൂപയുടെ പദ്ധതിയാണ് നരേന്ദ്രമോദി കേരളത്തിന് കൊണ്ടുതന്നത്. അല്ലാതെ നിങ്ങൾ കിറ്റക്സിനെ പോലെയും സാജനെ പോലെയുള്ളവരെ ഇവിടുന്ന് ഓടിക്കുകയും ആത്മഹത്യ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഈ കേരളത്തിലെ യുവതയെ വഞ്ചിക്കുന്ന പണിയല്ല നരേന്ദ്രമോദി ചെയ്തത്. 4,000 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നത്. അതിന്റെ പണം നിങ്ങൾ വിനിയോഗിച്ചില്ലെങ്കിൽ അത് വിനിയോഗിക്കാൻ വേറെ സുരേഷ്, താങ്കൾ തന്നെ കുറെ കണക്ക്, ഞാൻ കണക്കിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ പറഞ്ഞ കണക്കിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ നമുക്ക്? ഇപ്പൊ താങ്കൾ ചോദിച്ചു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി കേരളത്തിന് കേന്ദ്രം തന്നിട്ടില്ലേ എന്ന്. എപ്പോ തന്നു? ഈ വർഷം തന്നോ? 2023, 24 സാമ്പത്തിക വർഷം തന്നോ? തന്നിട്ടില്ല. അത് തന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ സമരത്തിന്റെ ഒരു കാരണം. തന്നത് 2022-23 ഫിസ്ക്കലിലാണ്, കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ്. ഈ സാമ്പത്തിക വർഷം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയുള്ള തുക തന്നിട്ടില്ല. രണ്ടാമത്തേത് താങ്കൾ പറഞ്ഞു ഈ പറഞ്ഞ റീപേയ്മെന്റ് ഓഫ് ബജറ്റ് ബോറോവിംഗ് കേന്ദ്രം പണം തന്നിട്ടില്ല എന്ന് പണം തന്നെന്നാണ് 21-22 കഴിഞ്ഞ 2 വർഷമായിട്ട് തന്നിട്ടില്ല. പിന്നെ താങ്കൾ ചോദിച്ചു ആത്മനിർഭർ ഭാരതിന്റെ കാര്യം. ആത്മനിർഭർ ഭാരതിന് വേണ്ടി 18,000 കോടി രൂപ ഏത് കൊല്ലം? കോവിഡ് വർഷം 2021 കോവിഡ് സമയത്താണ് ഈ ആത്മനിർഭർ ഭാരതിന്റെ 18,087. ഞാൻ പറയുന്നത് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കണക്കാണ്. താങ്കൾ ഈ പറഞ്ഞ പണമൊന്നും ഈ സാമ്പത്തിക വർഷം കിട്ടിയിട്ടില്ല സാർ, കിട്ടിയിട്ടില്ല. ഇത് എല്ലാ സാമ്പത്തിക വർഷമുള്ള പദ്ധതി അല്ല ശ്രീ അഭിലാഷ്. ഈ നാട്ടിൽ കേരളത്തില് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ധനകാര്യ കമ്മീഷൻ, ഇന്ത്യയുടെ ഭരണഘടനാപരമായി സ്ഥാപിതമായ ധനകാര്യ കമ്മീഷന്റെ നിയുക്തമായിട്ടുള്ള നിയമത്തിനപ്പുറത്തായി നിന്നുകൊണ്ട് ഈ കേരളത്തിന് നൽകിയിരിക്കുന്ന കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ കേരളത്തിന് മാത്രമായിട്ടുള്ളതല്ലോ പ്രത്യേക ആനുകൂല്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. കോടി എന്ന് പറയുന്നത് സാമ്പത്തിക വർഷം മുമ്പ് കോവിഡ് വർഷത്തിലാണ്, 2020-21 കോവിഡ് വർഷത്തിലാണ്. അനിൽകുമാർ ഒരു പച്ച നുണ തട്ടിവിട്ടു. ഇവിടെ പ്രളയം വന്ന സമയത്ത് കേന്ദ്രം സഹായിച്ചില്ല, കോവിഡ് വന്ന സമയത്ത് സഹായിച്ചില്ല എന്ന് പറയുന്ന പച്ച നുണ തട്ടിവിടുന്നത് താങ്കൾ കേട്ടില്ലേ?
പ്രളയം വന്ന സമയത്ത് 7000 കോടി രൂപയുടെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഈ കേരളത്തിൽ നൽകിയതാരാ? അല്ല, നൽകിയതാരാ ശ്രീ അനിൽകുമാർ? നിങ്ങളുടെ ക്യൂബയിൽ നിന്നാണോ? ചൈനയിലെ വലിയ സഖാക്കന്മാരാണോ നിങ്ങൾക്ക് തന്നത്? അത് യെച്ചൂരിക്ക് കൊടുത്ത പെട്ടി. ഈ കേരളത്തിന് ചൈനയിലെ സഖാക്കന്മാർ ഒന്നും തന്നിട്ടില്ലല്ലോ. കേന്ദ്ര ധനമന്ത്രി തന്നെ ലോക്സഭയിൽ യെച്ചൂരിക്ക് കിട്ടി. കേന്ദ്ര ധനമന്ത്രി തന്നെ ലോക്സഭയിൽ പറഞ്ഞ കണക്കുകൾ താങ്കൾ ഇപ്പൊ കുറെ ലിസ്റ്റ് പറഞ്ഞില്ലേ, അതൊക്കെ 2023-24 എന്ന സാമ്പത്തിക വർഷം നില്ലാണ്. നിൽ മുമ്പ് തന്നിട്ടുണ്ട്. താങ്കൾ ഈ പറഞ്ഞ പൈസയൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് തന്നിട്ടുണ്ട്, മറ്റേ ഏതാണ് ബോറോവിംഗിന്റെ റീപേയ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഒക്കെ മുമ്പ്. ഈ സാമ്പത്തിക വർഷം നമ്മൾ ഇങ്ങനെ കോളം വരച്ച് പട്ടിക തയ്യാറാക്കിയാൽ ഈ സാമ്പത്തിക വർഷം ഈ പറഞ്ഞ സഹായമൊക്കെ നില്ലാണ്, സീറോയാണ്, അതില്ല. മുമ്പ് ഞങ്ങൾ തന്നിട്ടുള്ളതാണ് വാദമെങ്കിൽ ഓക്കെ. ശ്രീ അഭിലാഷ്, ഞാൻ പറഞ്ഞത് എന്താണ്? ധനകാര്യ കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ മുറയ്ക്ക് സംസ്ഥാന സർക്കാരിന് കിട്ടുന്നുണ്ട്. അതിൽ ഒരു പൈസ പോലും ഇനി കിട്ടാതില്ല. അത് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ചില കാര്യങ്ങൾ വസ്തുതകൾ ഞാൻ അംഗീകരിക്കുന്നു. 750 കോടി രൂപ നഷ്ടപ്പെട്ടു പോയത് എഴുതാൻ പറ്റുന്ന ഒരുത്തൻ ഈ സംസ്ഥാന സർക്കാരിൽ തന്നു എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതി മുകളിലേക്ക് പോകുന്നത് തന്നു എന്ന് പറയുമ്പോൾ ഇത് എവിടുന്നോ ആരുടെയോ മനസ്സിലാക്കണം. താങ്കൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നേ വരെ 39% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം ശതമാനമാക്കിയ ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. 30% നരേന്ദ്രമോദി നിർബന്ധം പിടിച്ചുവെന്ന് ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ നിർബന്ധം പിടിച്ചുവെന്ന് നീതി ആയോഗിന്റെ സിഇഒ സുബ്രഹ്മണ്യനാണ് പറഞ്ഞത്, ഞാനല്ല. അല്ല ശ്രീ അഭിലാഷ്, താങ്കൾ മനസ്സിലാക്കിയ നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനമോ ഒരു എക്സിക്യൂട്ടീവ് സ്ഥാപനമോ അല്ല. അതൊരു അഡ്വൈസറി സ്ഥാപനം മാത്രമാണ്. പകരമായി വന്ന സ്ഥാപനമാണ് ഞാൻ പറയുന്നത്. പകരമാണെങ്കിലും ഞാൻ പകരമായി വന്ന നീതി നീതി ആയോഗിന്റെ സിഇഒ ആണ് പറഞ്ഞത്. ധനകമ്മീഷന് മുകളിൽ താങ്കൾ പറഞ്ഞ ഭരണഘടനാ സ്ഥാപനമായ ധനകമ്മീഷൻ പ്രധാനമന്ത്രിയുടെ സമ്മർദ്ദം ഉണ്ടായിരുന്നു. താങ്കൾ 39-41 ആക്കിയ കഥ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് പറയേണ്ടി വന്നത്. അഭിലാഷ്, താങ്കളുടെ വാദം മാതൃഭൂമി പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ, എന്നിട്ട് അങ്ങ് പറഞ്ഞോളൂ. നീതി ആയോഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. ഇന്ത്യയിലെ സാമ്പത്തിക നിർവഹണത്തിന്റെ ഒരു എക്സിക്യൂഷൻ ബോഡിയല്ല. ഇന്ത്യയുടെ സാമ്പത്തിക നിർവഹണത്തിനെ സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായിട്ടും ഇതര സ്ഥാപനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് അതിനുവേണ്ടിയുള്ള ഒരു അഡ്വൈസറി അധികാരം മാത്രമേ നീതി ആയോഗിനുള്ളൂ. ഭരണഘടനാപരമായിട്ട് ഈ രാജ്യത്ത് സാമ്പത്തിക നിർവഹണത്തിന്റെ പരമാധികാരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 270 പ്രകാരം രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ധനകാര്യ കമ്മീഷനാണ്. ആ ധനകാര്യ കമ്മീഷനിൽ രാഷ്ട്രീയമില്ല. അവിടെയുള്ളത് വസ്തുതകളാണ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന സുബ്രഹ്മണ്യം. വിവരം കേട്ടവർ പലതും പറയുന്നത് നിങ്ങൾ സ്ഥാപനങ്ങളെ നിങ്ങൾ നിഷേധിക്കാതെ. ഞാൻ വാർത്ത വായിക്കാം. 2014 പ്രധാനമന്ത്രിയായി ഞാൻ വായിക്കട്ടെ. ഈ സിഇഒയും നിർമ്മലാ സീതാരാമന്റെ ഭർത്താവിനെയും പിടിച്ചല്ലേ ഈ കേരളത്തിലെ സ്വകാര്യ വ്യക്തിയാണ്. അതുപോലല്ല ഇത്. ഞാൻ വായിക്കാം. 2014 പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ധനകാര്യ കമ്മീഷനോട് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നതായി നീതി ആയോഗ് സിഇഒ BVR സുബ്രഹ്മണ്യന്റെ വെളിപ്പെടുത്തൽ. മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് 48 മണിക്കൂർ കൊണ്ട് തിരുത്തി എഴുതേണ്ടി വന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. സുബ്രഹ്മണ്യം അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. സുബ്രഹ്മണ്യം അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി അത് കൂടുതൽ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായിക്കോളൂ. അപ്പൊ താങ്കൾ 39 എന്നുള്ളത് 41 ആക്കിയില്ലേ ഞങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. ഈ രാജ്യത്തെ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയ നരേന്ദ്രമോദിക്ക് ഇങ്ങേരുടെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കൂ എന്ന് അപേക്ഷിക്കേണ്ട ഗതികേടുണ്ടെന്നൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ ഭരണഘടനാ സ്ഥാപനമാണെന്ന് താങ്കൾ പറഞ്ഞു. അല്ല, ഭരണഘടനാ സ്ഥാപനം അല്ല എന്നാ ഞാൻ പറഞ്ഞത്. ധനകാര്യ കമ്മീഷൻ നീതി ആയോഗ് അല്ല, ധനകാര്യ കമ്മീഷന്റെ മുകളിൽ സമ്മർദ്ദം ഉണ്ടായെന്നാണ് പറഞ്ഞത്. ധനകാര്യ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനയുടെ 280 അനുച്ഛേദം അനുസരിച്ച് രൂപം കൊണ്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. ആ ധനകാര്യ കമ്മീഷനോട് പ്രധാനമന്ത്രി
ഭരണഘടനാ വിരുദ്ധമായി ആവശ്യപ്പെട്ടു എന്നാണ് നീതി ആയോഗിന്റെ നേതാവെന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ലേ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അന്ന് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന BVR സുബ്രഹ്മണ്യം, ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ CEO, അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു. യഥാർത്ഥത്തിൽ അതിൽ എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലമണ്ട പരിശോധിക്കണം എന്നതിനപ്പുറം വേറെ ഉത്തരവൊന്നുമില്ല. ആരെങ്കിലും പിണറായി വിജയന്റെ വാക്കാണ്. എനിക്ക് ജിൻഡോയിലേക്ക് പോകണം. പക്ഷേ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോ നോക്കൂ, ഈ സഹകരണ ഫെഡറലിസത്തെ അട്ടിമറിക്കുന്നതായ പലതരത്തിലുള്ള കാര്യങ്ങൾ പല സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഞാനിപ്പോ പറഞ്ഞത് ഒരു ഉദ്യോഗസ്ഥൻ ആനുഷംഗികമായി പറഞ്ഞ് പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്നത്, അതല്ലെങ്കിൽ പിന്നെ അത് അദ്ദേഹത്തിന് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ അറിയാതെ വെളിയിൽ വന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സംസ്ഥാനങ്ങളിൽ എത്രമാത്രം ശക്തമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ ഈ സാമ്പത്തികമായി ഗ്രാന്റ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് സംസ്ഥാനങ്ങൾക്ക് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന മേഖലകളുണ്ട്. നമുക്കറിയാം, കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിയമം നിർമ്മിക്കാം. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരിടത്ത് പോലും കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞിട്ടില്ല, യൂണിയൻ സർക്കാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിൽ DMK-യുടെ സർക്കാർ അധികാരമേറ്റത് മുതൽ സ്റ്റാലിൻ പ്രയോഗിക്കുന്നതും യൂണിയൻ സർക്കാർ എന്നുള്ളതാണ്. നമ്മൾ സ്റ്റേറ്റുകളുടെ ഒരു യൂണിയനാണ്. അപ്പോൾ ആ യൂണിയൻ സർക്കാർ എങ്ങനെ, സ്റ്റേറ്റ് സർക്കാർ എങ്ങനെ എന്നത് സംബന്ധിച്ച ഭരണഘടനാപരമായ തത്വങ്ങൾ ഇരിക്കെ അതിനെ അതിലംഘിക്കുന്നുണ്ടോ എന്നുള്ള മൗലികമായ പ്രശ്നം, ജനാധിപത്യം നിലനിൽക്കണോ എന്നുള്ള പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ അഭിസംബോധന ചെയ്യാൻ കോൺഗ്രസ് പോലൊരു പാർട്ടി തയ്യാറാവുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. അഭിലാഷ്, അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ AICC പ്രസിഡന്റ് തൃശ്ശൂർ സമ്മേളനത്തിൽ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ള സംസ്ഥാനങ്ങളിലോ എല്ലാം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ ഈ കഴിഞ്ഞ കർണാടകയുടെ ഇന്നലത്തെ സമരത്തെക്കുറിച്ചും കേരളത്തിന്റെ ഇന്നത്തെ സമരത്തെക്കുറിച്ചൊക്കെ കോൺഗ്രസിന്റെ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, യൂണിയൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനങ്ങൾക്ക്, NDA ഇതര സംസ്ഥാനങ്ങളോട് വിവേചനപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതിൽ ഏറ്റക്കുറവുകളുണ്ട് എന്ന് തന്നെയാണ്, ഒരു സംശയവുമില്ല. ആദ്യഘട്ടത്തിൽ ശ്രീ സുരേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരാണ് ഇന്ന് കേരളത്തിന്റെ സമരപ്പന്തലിൽ എത്തിയത്. ആരൊക്കെ? അരവിന്ദ് കേജ്രിവാൾ അല്ലെങ്കിൽ മറ്റാളുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ പറയുകയാണ്. ശരിയായിരിക്കാം, നിങ്ങൾ പറയുന്ന രീതിയിലുള്ള അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരായിരിക്കും പങ്കെടുത്തിട്ടുള്ളത്. പക്ഷെ ആ ആളുകൾക്കെതിരെ നിങ്ങളുടെ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്രത്തോളം രൂക്ഷമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു? പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് പ്രധാനമന്ത്രി തൃശ്ശൂർ പറഞ്ഞു, ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്ന് ഞങ്ങൾക്കറിയാമെന്ന്. എന്ത് നടപടി സ്വീകരിച്ചു? അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ 100 ദിവസം ജയിലിൽ കിടന്നില്ലേ ശിവശങ്കരൻ? എന്ത് നടപടി സ്വീകരിച്ചു? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിച്ചു? ഈ എക്സാലോജിക് സൊല്യൂഷൻ, സാധാരണപ്പെട്ട ആരെങ്കിലുമാണ് ഇത്തരത്തിലൊരു കമ്പനി സ്ഥാപിച്ച് ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങുകയൊക്കെ ചെയ്തെങ്കിൽ എത്രത്തോളം നടപടികൾ നേരിടേണ്ടി വരും? ഇപ്പോൾ ഷിബു സോറൻ എന്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? കേരളത്തിന് മമതാ ബാനർജിക്കെതിരെ എത്രത്തോളം രൂക്ഷമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്? അരവിന്ദ് കേജ്രിവാളിനെ എത്രത്തോളം നിങ്ങൾ വരിഞ്ഞു മുറുക്കുന്നു? അങ്ങനെ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ സമരപ്പന്തലിൽ വന്ന് അഴിമതിക്കാരായിട്ടുള്ള നേതാക്കന്മാരാണ്, അവരുടെ ക്രെഡിബിലിറ്റി പരിശോധിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അഭിലാഷിനോട് ഞാൻ കൃത്യമായിട്ട് പറയാം, കോൺഗ്രസിന് കൃത്യമായിട്ടുള്ള നയപരിപാടി ഇതിലുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഇവിടെ അനിൽകുമാർ, ഇന്നത്തെ സമരം കഴിഞ്ഞു. ഇപ്പൊ സമരം കഴിഞ്ഞതുകൊണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി അയയുന്നില്ല. അടുത്ത 3 മാസം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനിലേക്ക് പോകുന്നു. സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ മാസം വരാൻ പോവുകയാണ്. അവസാനത്തെ 2 മാസം എന്ന് നമുക്ക് സാങ്കേതികമായി പറയാം. ഒരുപാട് സാമ്പത്തിക ബാധ്യത സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഒരു DA കുടിശ്ശിക കൊടുക്കുമെന്ന് സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബജറ്റിൽ. ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ ഡൽഹി വിറപ്പിച്ചു എന്ന് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരോടും സർക്കാർ ഉദ്യോഗസ്ഥരോടും പൈസ കിട്ടാനുള്ള കോൺട്രാക്ടർമാരോടും പറയാൻ പറ്റില്ല. ഈ സമരത്തിൽ പങ്കെടുത്തത് കേരളത്തിലെ ജനങ്ങളാണ്. പെൻഷൻ നിഷേധിക്കപ്പെട്ടവർ. 2500 പെൻഷൻ അവകാശമുണ്ട്. 1200 കൊടുക്കേണ്ടത്. അത് ഏതാണ്ട് ഒരു 5 മാസം കുടിശ്ശികയുണ്ട്, 6 മാസമൊന്നുമില്ല. അതുപോലെ തന്നെ DA സർക്കാർ ജീവനക്കാർക്ക് അവകാശമുണ്ട്, അത് കൊടുക്കരുതെന്ന് പറയുന്നവരാണ് BJPയും കോൺഗ്രസും. ഇന്നിപ്പോൾ ഇവിടെ ഈ ചർച്ച പങ്കെടുത്തതിൽ കോൺഗ്രസ് ആരാ BJP ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നാട്ടുകാർക്ക് മനസ്സിലാവുമോ? കേജ്രിവാൾ അഴിമതിക്കാരാണെന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി ഏത് ഇന്ത്യ മുന്നണിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? കോൺഗ്രസ് ഏത് ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പിന്നെ എന്തുകൊണ്ട് പിണറായി വിജയനെ പറയാം? ഞാൻ പറയുമ്പോണ്ടരുത്. അഭിലാഷേ, എനിക്ക് അല്പം സമയം തരണം. എനിക്ക് സമയം പറയാലോ. താങ്കൾ ഇപ്പൊ പറഞ്ഞോ, കാരണം എനിക്ക് 2 പേർക്കൂടെ പ്രത്യേക സമയം തരാനില്ല. പക്ഷെ ഞാൻ പറയട്ടെ,
കൊടകരയിലെ ആ സുരേന്ദ്രന്റെ മകനും ഒക്കെ പുറകെ നടന്ന കള്ളക്കടത്ത് പിടിച്ചങ്ങോട്ട് കൊടുത്തല്ലോ കുഴൽപ്പണം. ഒന്ന് അറസ്റ്റ് ചെയ്യാത്തത് എവിടെ പോയി നരേന്ദ്രമോദി? അല്ല, ഒന്ന് അറസ്റ്റ് ചെയ്യാത്തത് എവിടെ പോയി അമിത് ഷാ? കൊടകരയില് സുരേന്ദ്രന് നിങ്ങൾ കൊട ചൂടി കൊടുത്തു, അല്ലാതെ എന്ത് ചെയ്തു നിങ്ങൾ? കൊടകര കുഴൽപ്പണ കേസിൽ നിങ്ങൾ കൊട ചൂടി കൊടുത്തു, സുരേന്ദ്രനെ സംരക്ഷിച്ചു നിങ്ങൾ. ശരി. സർക്കാർ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ചർച്ച ചെയ്യാനുള്ളത്. വളരെ നന്ദി. 3 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.